ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ അഫിലിയേഷൻ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് കേരള, കർണാടക, തമിഴ്നാട് 3 സ്റ്റേറ്റിനാണ് ചെക്ക് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് നമ്മുടെ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും എൻക്വയറിയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിൽ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കുറെ കോളേജസിന്റെ ഫോട്ടോസ് ഇങ്ങനെ അയച്ചു തരും. എന്നിട്ട് അടിയിൽ ചെയ്തും അട്രാക്റ്റീവ് ഫുഡ്, അട്രാക്റ്റീവ് പാക്കേജ്, അട്രാക്റ്റീവ് ഫീസ്, അട്രാക്റ്റീവ് കുറെ അട്രാക്ഷൻ ആയിരിക്കും മൊത്തം അങ്ങോട്ട്. പിന്നെ ഒരു ഹോസ്റ്റലിൽ വൈബാണ്, ഹോസ്റ്റലിൽ തേങ്ങയാണെന്ന് പറഞ്ഞ കുറെ സാധനങ്ങൾ അങ്ങനെ അയച്ചു ചെയ്ത് തരും. എന്നിട്ട് INC KNC ഇല്ലാത്ത കുറെ NC ഒക്കെ പേരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ പാടില്ലേ, നഴ്സിംഗ് കൗൺസിലിന്റെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ബ്രോഷർ കണ്ടിട്ട് അതിനകത്ത് അത് ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാം, അങ്ങനെ എഡിറ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കാം. നിങ്ങൾക്കും എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ അതല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിലുള്ളതാണ് വിശ്വസിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ആണ്. ഇനിയും അഡ്മിഷൻസ് ഒന്നും ആവാത്ത കുട്ടികളുണ്ടെങ്കിൽ, കേരളത്തിൽ ആവാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കർണാടകയിലും അതുപോലെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശിലൊക്കെ ഇപ്പോഴും കോളേജസ് അവൈലബിൾ ആണ്. അത് ഫാസ്റ്റ് ആയിട്ട് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ നോക്കുക. അപ്പൊ വീഡിയോ ക്ലിയർ ആയിട്ട് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഈ ലിസ്റ്റിനകത്ത് പല പല PDF ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന വേറെ പഴയ PDF കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ കൃത്യമായിട്ട് വീഡിയോ വാച്ച് ചെയ്തിട്ട് നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ പിന്നെ ഞാൻ ഏജൻസികളെ കുറ്റം പറഞ്ഞല്ല, എല്ലാവരും ഇങ്ങനെയല്ല, നല്ല ജെനുവിൻ ആയിട്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട്, നല്ല രീതിയിൽ സത്യസന്ധതയോടുകൂടി ചെയ്യുന്ന ഏജൻസികളുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് പേർക്കുള്ള സംശയമാണ് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ അഫിലിയേഷൻ എങ്ങനെ ചെക്ക് ചെയ്യാം, അവരുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാന്നുള്ളത്. സോ നമുക്ക് ആദ്യം തന്നെ തമിഴ്നാട് നഴ്സിംഗ് കൗൺസിലിന്റെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഗൂഗിളിൽ തമിഴ്നാട് നഴ്സിംഗ് കൗൺസിലിന്റെ അടിച്ചു നോക്കാം. അപ്പൊ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ നമ്മൾ നേരെ തൊട്ട് സൈഡിലുള്ള 3 ഡോട്ടിൽ പോയിട്ട് താഴെ ഈ റെക്കഗ്നൈസേഷൻ എന്നൊരു ടാബ് കാണാം. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് BSc നഴ്സിംഗ് ആണോ, GNM ആണോ, ANM ആണോ, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് റെക്കഗ്നൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ തമിഴ്നാട് നഴ്സിംഗ് കൗൺസിലിന്റെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിന്റെ കീഴിൽ വരുന്ന കോളേജസ് ആണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിന് സെർച്ച് ചെയ്യുക. അപ്പൊ അവരുടെ സൈറ്റ് ഓപ്പൺ ആവും. സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നേരെ തൊട്ട് മുകളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കിടപ്പുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോളേജസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ PDF ഡൗൺലോഡ് ആയി വരുന്നതായിരിക്കും. അപ്പൊ അതിനകത്ത് ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് കർണാടക നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിന്റെ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് മുകളിലായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കിടപ്പുണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് വരും BSc നഴ്സിംഗ്, ANM, പോസ്റ്റ് BSc, അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. മറ്റേ ഓരോ ഇയറും കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് ഏത് അപ്ഡേഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ PDF ഓപ്പൺ ആവുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കോളേജസ് ആണ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസും കാര്യങ്ങളൊക്കെ. സോ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗ്ഗം. നമുക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഒരു കോളേജിന്റെ അഫിലിയേഷനോ അതുപോലെ INC KNC എന്താണെങ്കിലും യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ആണെങ്കിൽ പോലും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഓരോ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ സൈറ്റിലോ നമ്മൾ ചെക്ക് ചെയ്യുന്നതിനും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കൗൺസിലിന്റെയും അതോ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ INCയുടെ വെബ്സൈറ്റിലോ ഡയറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സൈറ്റിലും അത് കറക്റ്റ് ആയിരിക്കില്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ സൈറ്റിൽ ഡയറക്റ്റ് കയറി ചെക്ക് ചെയ്യുക. ഡയറക്റ്റ് നമുക്ക് കയറി ചെക്ക് ചെയ്യാനുള്ള സോഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യാം.